നിങ്ങൾക്ക് സുഖസൗകര്യങ്ങൾ ഉണ്ടാകാം, പക്ഷെ സുരക്ഷയുണ്ടോ? നാം ആശ്രയിക്കുന്ന സംവിധാനങ്ങൾ ഒരു നിമിഷം തകരുകയാണെങ്കിൽ നമ്മുടെ ജീവിതം എത്രത്തോളം നിലനിൽക്കും? ഇന്ന് തന്നെ സ്വാശ്രയത്വം അഭ്യസിച്ച് ഉള്ളിലെ സ്ഥിരതയും പുറത്തെ പ്രായോഗിക ശേഷിയും വളർത്തി നിങ്ങളുടെ കുടുംബത്തിനും സമൂഹത്തിനും ഒരു സുസ്ഥിര ഭാവി രൂപകൽപ്പന ചെയ്യും. Self-reliance and integrated sustainable living build true strength. സ്വാശ്രയത്വവും ഏകീകരിച്ച സുസ്ഥിര ജീവനവും. സ്വാശ്രയത്വം അഥവാ സ്വയം പര്യാപ്തത എന്നത് അനാരോഗ്യകരമായ ആശ്രയത്വമില്ലാതെ സ്വന്തം ജീവിതത്തെ നിലനിർത്താനും നയിക്കാനും തിരുത്താനുമുള്ള ശേഷിയാണ്. ഇത് ഒറ്റപ്പെട്ട ഒരു തുരുത്തിലേക്ക് ചുരുങ്ങുകയോ പരസ്പര ആശ്രയത്വത്തെ നിഷേധിക്കുകയോ അല്ല, മറിച്ച് ഉള്ളിലെ സ്ഥിരതയും പ്രായോഗിക ശേഷിയും സുസ്ഥിരമാക്കി നിലനിർത്തലാണ്. സ്വാശ്രയത്വത്തിന്റെ ലക്ഷ്യം അന്ധമായ ആശ്രയത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടുകയും അനിശ്ചിതത്വത്തിൽ അതിജീവനം ചെയ്യുകയും ധർമ്മങ്ങളിൽ സത്യസന്ധത പാലിക്കുകയും ചെയ്യുക എന്നതാണ്. നമ്മുടെ ശാരീരികവും സാമ്പത്തികവും മാനസികവും ബൗദ്ധികവും സാമൂഹികവും പാരിസ്ഥിതികവും ആത്മീയവുമായ മേഖലകളിൽ നമുക്ക് സ്വാശ്രയത്വം നേടുവാനാകും. സ്വയം പര്യാപ്തരായ വ്യക്തികൾക്കാണ് സുസ്ഥിരമായ കുടുംബങ്ങളും ശക്തമായ സമൂഹങ്ങളും സുസ്ഥിര ജീവിത ശൈലികളും സൃഷ്ടിക്കുവാനാകുക. ഒരു സുസ്ഥിര ജീവന സമൂഹത്തെ സൃഷ്ടിക്കുന്ന നാം സ്വാശ്രയത്വത്തെ അറിയുന്നവരും നടപ്പിലാക്കുന്നവരാകേണ്ടതുണ്ട്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ എവരെയും നയിക്കുവാനാകട്ടെ. പറഞ്ഞല്ലോ, സ്വാശ്രയത്വം, അതാണ് നമ്മുടെ വിഷയം. സ്വാശ്രയത്വം എന്നുള്ള പദം നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ഈ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ള ഒരു ആശയം നമ്മളെല്ലാവരും പറയാറുണ്ട്. സ്വന്തം കാലിൽ നിൽക്കാൻ സായിപ്പ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ജനിച്ചു കഴിഞ്ഞാൽ നമ്മള് അപ്പനും അമ്മയും തരുന്ന പ്രാഥമിക കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ പിന്നെ സ്കൂളിൽ പോകണം, പഠിക്കണം, സ്കൂളിൽ പഠിപ്പിക്കുന്നതൊക്കെ പഠിക്കണം, പിന്നെ കൂട്ടുകാരുടെ കൂടെ വെളിയിൽ പോകണം, ലോകത്തെ പുതിയ രീതികൾ അറിയണം, എന്നിട്ട് ഒരു ജോലി നേടണം, അല്ലെങ്കിൽ വരുമാനത്തിന്റെ ഒരു സ്രോതസ് നേടണം, എന്നിട്ട് പണം ഉണ്ടാക്കണം, എന്നിട്ട് ആ പണം കൊണ്ട് നമുക്ക് തോന്നുന്നതെല്ലാം വാങ്ങിക്കൂട്ടണം. അതിനിടയിൽ നാം ജനിച്ച് വളർന്നു വന്ന വീടും അപ്പനും അമ്മയും നാടും മറക്കണം, എന്നിട്ട് മറ്റെന്തൊക്കെയോ ആയിത്തീരണം. അതാണ് സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത് കൊണ്ട് ആധുനിക കാലത്തെ ചെറുപ്പക്കാര് അല്ലെങ്കിൽ വളർന്നു വരുന്നവര് മനസ്സിലാക്കുന്നത്. അതാണോ സ്വാശ്രയത്വം? ഒരിക്കലും അതല്ല സ്വാശ്രയത്വം. നമ്മൾ അങ്ങനെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ആരെയാണ് ആശ്രയിക്കുന്നത്? നമുക്ക് വേണ്ടത് പണമാണ്. പണമുണ്ടെങ്കിലാണ് നിലനിൽക്കാൻ കഴിയുക എന്ന് പറയുമ്പോൾ പണം നമുക്ക് നൽകുന്ന തൊഴിൽ, പണം നമുക്ക് നൽകുന്ന സംവിധാനം, ഈ തൊഴിലും സംവിധാനവും പണം തന്നെയും ഉണ്ടാക്കിയ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ആ സിസ്റ്റത്തെ ആശ്രയിക്കുക എന്നുള്ളതാണ് നമ്മളവിടെ ചെയ്യുന്നത്. ആ സിസ്റ്റം എപ്പോഴെങ്കിലും ആ സിസ്റ്റം എന്നേക്കും നിലനിൽക്കുന്ന സിസ്റ്റം ഒന്നുമല്ല. ഒരു യുദ്ധം ഉണ്ടായാൽ മതി, ഇതെല്ലാം നിൽക്കും. നമ്മുടെ നാട്ടിൽ യുദ്ധം വരണ്ട, എവിടെങ്കിലും യുദ്ധം ഉണ്ടായാൽ മതി, ഇതെല്ലാം നിൽക്കും. ചൈനയിലെ ഏതെങ്കിലും ലാബിൽ ഏതെങ്കിലും ഒരു ജീവിയെ കണ്ടെത്തി എന്നുള്ള പ്രഖ്യാപനം വന്നാൽ മതി, ഇവിടെ ഇതെല്ലാം നിൽക്കും. അതാണ് നമ്മൾ ചെയ്യുന്ന അനാരോഗ്യകരമായ ആശ്രയത്വം എന്ന് പറയുന്നത്. നമ്മൾ അറിയുന്നേയില്ല, നമ്മൾ അതിനെ ആശ്രയിക്കുകയാണ്, നമ്മൾ അറിയുന്നേയില്ല. നമുക്ക് അടിസ്ഥാനപരമായിട്ട് എന്തിനാണ് പണം? നമ്മുടെ അടിസ്ഥാന കാര്യങ്ങളായിട്ടുള്ള ഭക്ഷണം, അടിസ്ഥാനപരമായിട്ടുള്ള പാർപ്പിടം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പണം നേടുന്നത്. ഈ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ, ഭക്ഷണം എന്നുള്ളത് നമുക്ക് നിർമ്മിക്കാൻ അറിയില്ല. ഭക്ഷണം എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ സൂപ്പർ മാർക്കറ്റിൽ നിന്ന്, ഹോട്ടലിൽ നിന്നും പറയുന്നവരാണ് നമ്മുടെ നാട്ടിലെ ചെറിയ കുട്ടികളൊക്കെ. കാരണം അവർ കണ്ടു വളരുന്നത് അങ്ങനെയാണ്, ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നത് കാണുന്നില്ല. നമുക്ക് മനസമാധാനം വേണം. ഈ സമാധാനത്തിന് നമ്മൾ പുറത്തുള്ള ഏതെങ്കിലുമൊക്കെ സങ്കേതങ്ങൾ, ചില മീഡിയ,
അതല്ലെങ്കിൽ ചില മദ്യം പോലുള്ള ചില വസ്തുക്കൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും ആശ്രമങ്ങൾ പോലുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ പുറത്തുള്ള എന്തിനെയോ നമ്മൾ തേടുന്നുണ്ട്. ആരോഗ്യം വേണമെങ്കിൽ നമ്മൾ നേരെ ആശുപത്രിയിലേക്കാണ് പോവുക. ആരോഗ്യം എവിടെയാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്? അങ്ങനെ നമുക്ക് എന്തു വേണമെങ്കിലും അത് നമ്മൾ പുറത്ത് പണം കൊടുത്തു വാങ്ങുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ ശീലിച്ച് വശായി കഴിഞ്ഞു. അതാണോ സ്വാശ്രയത്വം? സ്വാശ്രയത്വം എന്നതിന്റെ മറ്റൊരു പേരാണ് സ്വയം പര്യാപ്തത. കാര്യങ്ങൾ സ്വയം ചെയ്യാൻ കഴിയുന്നൊരവസ്ഥ. അത് അനാരോഗ്യകരമായ ആശ്രയത്വമില്ലാതെ സ്വന്തം ജീവിതത്തെ നിലനിർത്താനും നയിക്കാനും തിരുത്താനും ഉള്ള ശേഷിയാണ്. തിരുത്താനുള്ള ശേഷി എന്ന് വെച്ചാൽ വഴിതെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ ഇതിനെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുവാനുള്ള സ്വയം ശേഷിയാണ്. ഇത് ഭൂമിയിൽ ജനിക്കുന്ന എല്ലാ ജീവികൾക്കും ഉണ്ട്. കിട്ടിയ ജീവന്റെ ഒപ്പം അതിന് സിദ്ധിക്കുന്ന ശേഷിയാണ് ഈ സ്വാശ്രയത്വം എന്നുള്ളത്. സ്വാശ്രയത്വം എന്നുള്ളത് സത്യത്തിൽ ഒരു അറിവാണ്. ശേഷി മാത്രമല്ല, അതൊരു അറിവും കൂടെയാണ്. പ്രകൃതി നമുക്ക് നൽകിയ ബേസിക് ആയിട്ടുള്ള സ്കിൽസ് ഉണ്ട്. ആ ബേസിക് സ്കിൽ ഉപയോഗിച്ചുകൊണ്ട് സർവൈവ് ചെയ്യാനുള്ള ശേഷി. അപ്പോ ബേസിക് സ്കിൽസ് ഉണ്ട് എന്നുള്ള അറിവൊന്ന്, ബേസിക് സ്കിൽസിനെ ആശ്രയിച്ചുകൊണ്ട് നിലനിൽക്കാനുള്ള ശേഷി, ഇതാണ് സ്വാശ്രയത്വം എന്ന് പറയുന്നത്. സ്വാശ്രയത്വം എന്ന് പറയുമ്പോൾ പലപ്പോഴും ഇത് നമുക്ക് ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു രൂപത്തിലേക്ക് കണക്കാക്കാറുണ്ട്. ഒറ്റപ്പെട്ട ഒരു തുരുത്തിലേക്ക് ചുരുങ്ങുകയല്ല ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറെ ഒരാളെയും ഒരു തരത്തിലും കണക്ട് ചെയ്യാതെ നിൽക്കുക. പരസ്പരാശ്രയത്വം എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. പരസ്പരാശ്രയത്വത്തെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത്. ഇത് ഉള്ളിൽ നമുക്കുള്ള നമ്മളായിരിക്കാനുള്ള ആ സ്ഥിരതയുണ്ടല്ലോ, ആ സ്ഥിരതയെ നിലനിർത്താനുള്ള പ്രായോഗിക ശേഷിയുണ്ടല്ലോ, അതിനെ എന്നേക്കുമായി നിലനിർത്തലാണ് നമ്മളായിരിക്കുക എന്നുള്ളതാണ്. എവിടെ എന്ത് സംഭവിച്ചാലും തന്റെ പ്രായോഗിക ശേഷി ഉപയോഗിച്ചുകൊണ്ട് താൻ നിൽക്കുന്നിടത്ത് സർവൈവ് ചെയ്യാനുള്ള ശേഷിയാണ് സ്വാശ്രയത്വം എന്ന് പറയുന്നത്. ആ സ്വാശ്രയത്വത്തില് ഒറ്റയ്ക്കല്ല സത്യത്തിൽ അതെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്രകൃതി. അത് കൂടെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരോട് കൂടെ കൈകോർത്തുകൊണ്ടാണ്. അതാണ് പരസ്പരാശ്രയത്വം എന്ന് പറയുന്നത്. സ്വാശ്രയത്വത്തിന്റെ തുടർച്ചയാണ് പരസ്പരാശ്രയത്വം. പരസ്പരാശ്രയത്വം എന്ന് പറഞ്ഞാൽ പരാശ്രയത്വം എന്നല്ല അതിനർത്ഥം. പരാശ്രയത്വം എന്ന് പറഞ്ഞാൽ എവിടെയോ ഉള്ള ആരെയോ ആശ്രയിക്കുന്നതല്ല. പരസ്പരാശ്രയത്വം എന്ന് പറയുന്നത് പരസ്പരം ആശ്രയിക്കലാണ്. അത് ഒരു കണ്ണിയിലെ അല്ലെങ്കിൽ ഒരു മാലയിലെ കണ്ണികൾ പോലെയാണ്. മാലയിലെ അല്ലെങ്കിൽ വലയിലെ കണ്ണികൾ പോലെയാണ്. ഇവയെല്ലാം പരസ്പരം ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ അതിന് ഭയങ്കര ഉറപ്പായിരിക്കും. അതാണ് പരസ്പരാശ്രയത്വം എന്ന് പറയുന്നത്. സ്വാശ്രയത്വത്തിന്റെ വിപുലമായ രൂപമാണ് പരസ്പരാശ്രയത്വം. ഈ സ്വാശ്രയത്വത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അന്ധമായ ആശ്രയത്വം ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ആരോഗ്യത്തെ വേറെ ആരും ആശ്രയിക്കുന്നു. നമുക്ക് നമ്മുടെ ശരീരത്തിനെ രൂപകൽപ്പന ചെയ്ത ജീവന് ഇതെല്ലാം തിരുത്താൻ കഴിയും എന്നറിയാത്തത് കൊണ്ട് ഇതെല്ലാം പഠിപ്പിക്കുന്ന വിൽക്കാൻ വെച്ചിട്ടുള്ള ഒരു ആരോഗ്യ കേന്ദ്രത്തിലേക്ക് നമ്മൾ പോകുന്നു. ഭക്ഷണം എന്നുള്ളത് നാം നിൽക്കുന്ന ഇടത്തു നിന്നും ചുറ്റും ഉണ്ടായി വരേണ്ടതും അതിനെ ആശ്രയിച്ചും അതിനെ ഉപജീവിച്ചും കഴിയേണ്ടതിനെ വിട്ട് ആരോ എവിടെയോ ഉണ്ടാക്കുന്ന സാധനങ്ങളെ അവർ രൂപപരിണാമം വരുത്തി അതൊട്ടേറെ യാത്ര ചെയ്ത് വന്ന് അവരുടെ കച്ചവടത്തിന്റെ ഒരു കണ്ണിയായി നമ്മൾ മാറുന്ന ഒരവസ്ഥയിൽ മാത്രം സംഘടിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കറിയാവുന്ന ആഹാര സമ്പാദനം എന്ന് പറയുന്നത്. ഇതൊക്കെയാണോ സ്വാശ്രയത്വം എന്ന് പറയുന്നത്? അപ്പൊ അതാണ് അന്ധമായ ആശ്രയത്വം എന്ന് പറയുന്നത്. അതിൽ നിന്നും സ്വാതന്ത്ര്യം നേടണം. അവൻ ഉൽപാദനം നിർത്തിയാൽ നമ്മുടെ വയറ് പട്ടിണിയാവുന്ന ഒരു അവസ്ഥ വരരുത്. അതാണ് അന്ധമായ ആശ്രയത്വം എന്ന് പറയുന്നത്. അതിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുക. ഇപ്പോ യുദ്ധമോ ലോക്ക്ഡൌണോ ഇതുപോലുള്ള എന്തെങ്കിലും വന്ന് ഇരിക്കട്ടെ, അല്ലെങ്കിൽ പണം മൊത്തത്തിൽ പിൻവലിച്ചു, അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു വല്ലാത്ത കാലുഷ്യാവസ്ഥ, അടിയന്തരാവസ്ഥ വന്നു. ഇതൊക്കെ അനിശ്ചിതത്വങ്ങളാണ്. ഈ അനിശ്ചിതത്വം വന്നു കഴിഞ്ഞാൽ അതിജീവിക്കാൻ കഴിയണം. കർഷകന് അതിജീവിക്കാൻ പറ്റും. പക്ഷെ സാധാരണ വൈറ്റ് കോളർ ഇട്ട് ജീവിക്കുന്ന ആളുകൾക്ക് അതിജീവിക്കാൻ അറിയില്ല. കാരണം അവൻ ആശ്രയിച്ചിട്ടുള്ളത് പണത്തെ ഉപജീവിക്കാനാണ്, അല്ലെങ്കിൽ അവൻ പഠിച്ചിട്ടുള്ളത് അതിനു വേണ്ടിയാണ്. ഇത് മാത്രമാണോ? അത് മാത്രമല്ല സ്വാശ്രയത്വത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പ്രകൃതി നമ്മളെ രൂപകൽപ്പന ചെയ്തത് ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്.
പ്രകൃതിയുടെ ഒരു അംഗം ആണ്, അല്ലെങ്കിൽ കോശമാണ് നമ്മൾ. പ്രകൃതിയുടെ കോശമായിരിക്കുമ്പോൾ പ്രകൃതി കൽപ്പിക്കുന്ന ചില ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ആ സഞ്ചയത്തെ നമുക്ക് നമ്മുടെ ധർമ്മം എന്ന് പറയാം. ഈ ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ പരിസരത്തുനിന്നും കണക്ട് ചെയ്തു നിന്നുകൊണ്ട് പരിസരത്തുനിന്നും വേണ്ടതിനെ സ്വീകരിച്ചു പരിസരത്തേക്ക് വേണ്ടത് കൊടുത്ത് പരസ്പരാശ്രയത്വത്തിൽ നിലനിൽക്കുക എന്നുള്ളത് ആ ധർമ്മത്തിന്റെ ഒരു പ്രധാന മെക്കാനിസമാണ്. ആ ധർമ്മത്തിൽ നിന്നും ദൂരെ യാത്ര ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ആധുനിക വിദ്യാഭ്യാസം, ആധുനിക വ്യവസായ സമൂഹമൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നത്. അതിൽ വീണു പശായി നമ്മൾ ജീവിക്കുകയാണ്. അതിനെ മറികടക്കുന്നതാണ് നമ്മുടെ സത്യസന്ധത, ധർമ്മങ്ങളോടുള്ള സത്യസന്ധത എന്ന് പറയുന്നത്. ആ ധർമ്മങ്ങളോടുള്ള സത്യസന്ധത പാലിക്കുക എന്നതാണ് ഈ സ്വാശ്രയത്വത്തിന്റെ പ്രധാന ലക്ഷ്യം. ഈ സ്വാശ്രയത്വം എന്നുള്ളത് നമ്മുടെ ശരീരത്തിന്റെ സ്വാശ്രയത്വം. വേറൊരാളുടെ സഹായമില്ലാതെ നമ്മുടെ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നത് ശാരീരിക സ്വാശ്രയത്വമാണ്. വേറൊരാളിൽ നിന്നും പണം വാങ്ങിക്കാതെ നമുക്ക് പണം ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ള സാമ്പത്തിക സ്വാശ്രയത്വമാണ്. സാമ്പത്തികം എന്ന് വെച്ചാൽ പണം മാത്രമല്ല, വിഭവങ്ങളും കൂടിയാണ്. വിഭവങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് സാമ്പത്തിക സ്വാശ്രയത്വം ഉണ്ടാകുന്നത്. മാനസിക സ്വാശ്രയത്വം എന്ന് പറയുന്നത് നമ്മൾ മറ്റു ഉപകരണങ്ങളെയോ മറ്റ് സംവിധാനങ്ങളെയോ ആശ്രയിക്കാതെ സ്വന്തം ഇടത്തിൽ മനസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നതാണ്. വൈകാരിക സ്വാശ്രയത്വം എന്ന് പറയുന്നത് നമ്മൾ വേറെ ഒന്നിനെയും ആശ്രയിക്കാതെ, വേറെ ആരെയും കാത്തിരിക്കാതെ നമ്മുടെ വികാരങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ബൗദ്ധികത എന്ന് പറയുന്നത് ആരെങ്കിലും തരുന്ന ഇൻഫർമേഷനെ ആധാരമാക്കിയിട്ട് നമ്മൾ തീരുമാനം എടുക്കലല്ല, നമുക്ക് നമ്മുടെ അകത്തു നിന്നും തിരിച്ചറിവുകൾ ഉണ്ടാക്കി അതിനനുസരിച്ച് പോവുക എന്നുള്ളതാണ്. സാമൂഹികമായ സ്വാശ്രയത്വം, ഒരു സമൂഹം ആരെയും ആശ്രയിച്ച് ആരുടെയോ തീരുമാനങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നതല്ല. നമ്മുടെ നാട്ടിലെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് തീരുമാനിക്കുന്നതാണ്. ഗ്രാമക്കൂട്ടങ്ങളിലൂടെ തീരുമാനിക്കുകയാണ്. നമുക്ക് വേണ്ടുന്ന വിഭവങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കലാണ്. നമുക്ക് വേണ്ടുന്ന വിഭവങ്ങളും സംവിധാനങ്ങളും ശേഷികളും ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ടതെല്ലാം അണിയിച്ചൊരുക്കലാണ്, നമ്മൾ അതിലായിരിക്കലാണ് സാമൂഹ്യ സ്വാശ്രയത്വം എന്ന് പറയുന്നത്. പാരിസ്ഥിതിക സ്വാശ്രയത്വം എന്ന് വെച്ചാൽ മരം വെച്ചു പിടിപ്പിക്കലല്ല, ഉള്ള പ്രകൃതിയെ കൃത്യമായി സംരക്ഷിക്കുക എന്നുള്ളതാണ്. ആത്മീയമായ സ്വാശ്രയത്വം എന്ന് പറയുന്നത് നമ്മുടെ ആത്മത്തെ, ഞാൻ എന്ന തിരിച്ചറിവിനെ അതിന്റെ സമ്പൂർണതയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഈ പാരിസ്ഥിതികവും ആത്മീയമായ മേഖലകളിൽ നമുക്ക് സ്വാശ്രയത്വം നേടാൻ നമുക്ക് കഴിയും. അത് കൃത്യമായിട്ട് അറിഞ്ഞാൽ മതി. എന്താണ് സ്വാശ്രയത്വം എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ കഴിയും. ഈ സ്വാശ്രയത്വം സാധ്യമാകുന്നത് സ്വയം പര്യാപ്തരായ വ്യക്തികൾക്കാണ്. നമുക്ക് സ്വയം പര്യാപ്തി നേടാൻ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ കുടുംബത്തെ സ്വാശ്രയത്വത്തിലേക്ക് എത്തിക്കാൻ കഴിയുക. നമുക്ക് സ്വയം പര്യാപ്തി വേണം. ആ സ്വയം പര്യാപ്തത നമുക്ക് ആർജിക്കാൻ കഴിയുന്ന സമയത്താണ് സുസ്ഥിരമായ കുടുംബങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുക, ശക്തമായ സമൂഹങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുക, സുസ്ഥിരമായ ജീവിത രീതികൾ സൃഷ്ടിക്കാൻ കഴിയുക. അതിനാദ്യം വേണ്ടത് നമ്മുടെ സ്വാശ്രയത്വമാണ്. നമുക്ക് ശാരീരികമായിട്ട്, മാനസികമായിട്ട്, വൈകാരികമായിട്ട്, ബൗദ്ധികമായിട്ട്, ആരോഗ്യപരമായിട്ടൊക്കെയുള്ള സ്വാശ്രയത്വം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് ശക്തമായ സുസ്ഥിരമായ കുടുംബങ്ങളെയും സമൂഹങ്ങളെയും സൃഷ്ടിക്കാൻ കഴിയുക. നമ്മൾ ഇവിടെ നവഗോത്ര സമൂഹം ചെയ്ത ഒരു സുസ്ഥിര ജീവന സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോ നമ്മൾ സ്വാശ്രയത്വത്തെ അറിയുന്നവരായിരിക്കണം, അത് നടപ്പിലാക്കുന്നവരായിരിക്കണം. അതിനുവേണ്ടിയുള്ള ചില അറിവുകളിലേക്കാണ് ഇനി വരുന്ന കുറച്ച് ദിവസങ്ങളിലെ യാത്രകൾ. ആ യാത്രയിലേക്ക് നിങ്ങളെ ഏവരും ക്ഷണിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.